മറ്റൊന്നാണ്. ഹല്ലേലൂയ. അത് അദൃശ്യ മണ്ഡലത്തിൽ അവൻ നിലനിൽക്കുന്ന ഒന്നാണ്. ഒരു വസ്തു ഒരു മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ അത് സൃഷ്ടികരണം പൂർത്തിയായി നമ്മുടെ മുമ്പിൽ, നമ്മുടെ ദൃശ്യമായ കണ്ണുകളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുമ്പോൾ അതിനും മുന്നമേ അത് ആ മനുഷ്യന്റെ സൃഷ്ടിതാവിന്റെ ഹൃദയത്തിനകത്ത് അതിന്റെ പ്ലാനുകൾ താൻ മെനഞ്ഞെടുക്കുവാനിടയാണ്. അദൃശ്യമായ മണ്ഡലത്തിൽ തന്റെ ഹൃദയത്തിനകത്ത്, തന്റെ ചിന്താമണ്ഡലങ്ങളിൽ, തന്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതായ ആശയമാകുന്നു യഥാർത്ഥമായ റിയൽ ആയിട്ടുള്ള ആ വസ്തു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ പ്ലാനിന്റെ ഹൃദയത്തിനകത്ത് ഉരുവായി അതിനുശേഷമാണ് ആ പ്ലാനുകളെ താൻ ഇംപ്ലിമെന്റ് ചെയ്ത് അത് ദൃശ്യമണ്ഡലത്തിലേക്ക് പ്രത്യക്ഷമാകുന്ന നിലയിലേക്ക് വെളിപ്പെട്ടു വരുവാനിടയായി അത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതിന്റെ രൂപഭംഗി നമ്മൾ കണ്ട് ആസ്വദിക്കുന്നു. എന്നാൽ അത് റിയൽ അല്ല. അവൻ റിയൽ ആയിരിക്കുന്നത് അദൃശ്യ മണ്ഡലത്തിൽ സൃഷ്ടാവിന്റെ ഹൃദയത്തിനകത്ത് ഉരുവായ ആ രൂപമാണ് യഥാർത്ഥ രൂപം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവൻ നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ ഈ ദൃശ്യമണ്ഡലത്തിൽ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല. ഇതിന്റെ പിന്നിൽ അദൃശ്യമണ്ഡലത്തിൽ അവൻ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ അവൻ നാം ഓരോരുത്തരും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉളവാകുവാനിടയായി അത് യാഥാർത്ഥ്യമാണ്. അതാണ് യഥാർത്ഥമായ അവൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിരൂപം എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്നത് അവൻ ഹല്ലേലൂയ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ അവസാന തുള്ളി രക്തം വരെ ചീന്തപ്പെട്ടപ്പോൾ അവിടെ ഉളവായതാണ് സഭ എന്ന് പറയുമ്പോൾ അവനെന്നാൽ അതിനും അപ്പുറം അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ അവൻ ദൈവത്തിന്റെ സഭകളാകുവാനിടയായി. അന്ത്യോക്യയിൽ അല്ലെങ്കിൽ യെരൂശലേമിൽ ഒന്നാം സഭ ഉളവായി എന്ന് അവൻ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ചരിത്രത്തിനും അപ്പുറം ദൈവത്തിന്റെ ഹൃദയത്തിൽ അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മനസ്സിൽ നാം ഓരോരുത്തരും ഉളവാകുവാനിടയായി. ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ് the church began in Antioch. അവൻ ഹല്ലേലൂയ ചരിത്രപരമായി നോക്കുമ്പോൾ സഭ ഉളവായത് അന്ത്യോക്യയിലാണ്. എന്നാൽ തിയോളജിക്കലി സ്പീക്കിംഗ് the church began in the mind of God. അവൻ തിയോളജിക്കലായി ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ സഭ ഉളവായത് ദൈവത്തിന്റെ തിരുഹൃദയത്തിലാണ്. Praise the Lord. Hallelujah. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉളവാകുന്നതിന് മുന്നമേ, ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുന്നമേ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ നാം ഓരോരുത്തരും ഉളവാകുവാനിടയാ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവമക്കളെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ദൃശ്യമായ ഭൂമിയിലേക്ക് ദൈവം നമ്മെ ജനിപ്പിച്ചു. അവൻ നമുക്ക് ആവശ്യമായ ഒരു ശരീരം നൽകി. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളെയും ദൈവം ഒരുക്കി നമ്മെ ഈ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. ഹല്ലേലൂയ. Praise the Lord. ഈ ഭൂമിയിലേക്ക് നമ്മുടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് വർദ്ധിച്ച് പെരുകി അവൻ ഭൂമിയിൽ പെരുകുവാൻ, ഹല്ലേലൂയ അധ്വാന ഫലത്താൽ ഉപജീവനം കഴിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. Praise the Lord. എന്നാൽ ഹല്ലേലൂയ ഒരു അദൃശ്യമായ മണ്ഡലം നമുക്ക് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ ഈ ദൃശ്യമണ്ഡലത്തെ ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് അദൃശ്യമണ്ഡലത്തിലേക്ക് നാം കടന്നു പോകേണ്ടവരാണ്. അവൻ ഹല്ലേലൂയ ഒന്നാമത്തെ മനുഷ്യനായിരിക്കുന്ന ആദം അവൻ ഫിസിക്കൽ അവൻ ബോഡിയുടെ അല്ലെങ്കിൽ ദൃശ്യമായിരിക്കുന്ന ശരീരത്തിന്റെ പ്രതിച്ഛായയായി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എങ്കിൽ അദൃശ്യമണ്ഡലത്തിലേക്ക് അവൻ ആത്മമണ്ഡലത്തിലേക്ക് കടന്നുപോയി ജീവിക്കേണ്ട മനുഷ്യന്റെ ഒന്നാമത്തെ രൂപമായി യേശു ക്രിസ്തു ഭൂമിയിൽ ഇറങ്ങി വന്നു. അവൻ മരണത്തെ ജയിച്ച് ആത്മമണ്ഡലത്തിലേക്ക് ഉയർത്തി നിൽക്കുവാനിടയായെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വീണ്ടെടുപ്പുണ്ട്. ഈ ദൃശ്യമായതിനെ ഉപേക്ഷിച്ച് അദൃശ്യമായതിനെ ഒന്ന് പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ അവൻ ഹല്ലേലൂയ രൂപാന്തരപ്പെട്ട് അവൻ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറയുന്നത് ഈ ദൃശ്യമായിരിക്കുന്നത് അത് ഹല്ലേലൂയ പെരിഷബിൾ ആണ്, അത് നശിച്ചു പോകുന്നതാണ്. ഹല്ലേലൂയ. ഈ ദൃശ്യമായിരിക്കുന്നത് പവർലെസ് ആണ്, ശക്തിയില്ലാത്തതാണ്. അതിന് ഹല്ലേലൂയ അവൻ ശക്തി ക്ഷയിച്ചു പോകുന്നതാണ്. ഈ ദൃശ്യമായിരിക്കുന്നത് അവൻ ഹല്ലേലൂയ അത് നശിച്ചു നാശമായ മണ്ണിലേക്ക് ചേരുന്നതാണ്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അവൻ ഹല്ലേലൂയ അത് അദൃശ്യമാണ്, അത് ശക്തിയുള്ളതാണ്, അത് മനോഹരമാണ്.
Praise the Lord. അതുകൊണ്ട് ഈ ശരീരം മരിച്ചു മണ്ണോട് ചേർന്നാലും ഒരു ഉയർപ്പ് ദൈവം നമുക്ക് വേണ്ടി